എൻ്റെ വണ്ടിയുടെ അടവ് രണ്ടടവ് തെറ്റിക്കിടക്കുക എൻ്റെ പൊന്നു സാറേ. അതൊക്കെ സ്റ്റേഷനിൽ ചെന്ന് നമുക്ക് വിശദമായി സംസാരിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഭാര്യയും മക്കളും നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കണേ. ബാലവേലയ്ക്കെതിരെ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കണം. ഓട്ടോ കഴിക്കാറുണ്ട് ഞാൻ, ടാപ്പിങ്ങും ഉണ്ട് എനിക്ക്. റബ്ബർ വെട്ട് കഴിഞ്ഞ് വരുമ്പോൾ സമയം ഉച്ചയാകും. പിന്നെ വണ്ടി കഴുകാൻ നിന്നാ ഓടാൻ സമയമുണ്ടല്ലോ സാറേ. 2 പിള്ളേരുടെ പഠനവും വീട്ടു ചെലവും എല്ലാം 65 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ വേണം ചെയ്യാൻ. ഇപ്പോൾ ബാലവേലയ്ക്ക് സാറ് എന്നെ ഇവിടെ അകത്തിട്ടാൽ എനിക്കെതിരെ കേസ് കൊടുത്ത് എൻ്റെ സ്വന്തം പിള്ളേര് പട്ടിണിയിലാവും സാറേ. അത് തിരിച്ചറിയാനുള്ള ബോധം ഇവിടുത്തെ സർക്കാരിനും നിയമത്തിനും ഇല്ല, എൻ്റെ കെട്ടിയോക്കും കുട്ടിയോക്കും ഇല്ല. ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോഴേക്ക് കുടുംബം കോഞ്ഞാട്ടയാവും, സംശയമില്ല. ആര് നോക്കുവരെ ഇനിയുള്ള കാലം? സർക്കാർ നോക്കുമോ? ഇവിടെ ശിക്ഷിക്കാനല്ലേ നിയമമുള്ളൂ, രക്ഷിക്കാൻ ഇവിടെ എന്തോന്ന് നിയമമുള്ളേ? ഇതാണോ ജനാധിപത്യം? ശിക്ഷ കഴിഞ്ഞ് വരുമ്പോഴേക്ക് എൻ്റെ കുടുംബം ബാക്കി കാണുമോ സാറേ? ജനസേവകരെല്ലാം കൂടി സേവിക്കുകയല്ലേ, സേവിച്ച് തീർക്കൂലേ സാറേ? എനിക്കൊരു പെൺകുഞ്ഞുണ്ട് സാറേ. ജനാധിപത്യക്കാരെല്ലാം ചേർന്ന് അതിനെ പിഴപ്പിച്ച് കൊല്ലുമോ സാറേ? അങ്ങനെ എങ്ങാനും സംഭവിച്ച എന്റെ നേരെ നടപടിയെത്ത സാറിന് ജനാധിപത്യത്തിന്റെ കാവൽക്കാരെ ശിക്ഷിക്കാനുള്ള ധൈര്യമുണ്ടോ സാറേ? ജനങ്ങളെ പറഞ്ഞു തിരിപ്പിച്ച് വടക്കാക്കി തനിക്കാക്കാനാണോ ഇവിടെ ഈ ജനാധിപത്യം? പറയണം സാറേ, പറയണം. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ഈ സമ്പ്രദായത്തിൽ രക്ഷിക്കാൻ വഴിയില്ല. മാക്സിമം ശിക്ഷ മേടിച്ചു തരാം, സാധിക്കും. അന്നം മേടിച്ചു തരുന്ന അച്ഛനെ അകപ്പെടുത്തിയ നിങ്ങളുടെ മക്കളുടെ വിവരവും ഭാര്യയുടെ വിവരവും സമ്മതിച്ചേ മതിയാവൂ എൻ്റെ പൊന്നു ചേട്ടാ. എരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഇത്തരം ജനങ്ങൾ അങ്ങനെ പരുവപ്പെടുത്തിയെടുത്തു സാറേ ഈ രാഷ്ട്രീയക്കാർ ഇവിടുത്തെ ജനത്തെ. ഇപ്പോഴത്തെ തമ്പരാക്കന്മാരവരല്ലേ സാറൊക്കെ അതിൻ്റെ ചട്ടകങ്ങളും. വിഷമിക്കാതിരിക്കൂ, നിങ്ങൾ പറഞ്ഞത് മുഴുവൻ സത്യമാണ്, എനിക്കറിയാം. എന്ത് ചെയ്യാം, ഈ നാട് ഇങ്ങനെയാണ്. കയ്യൂക്കുള്ളവനും സംഘടിതനും ഇവിടെ ജീവിക്കാം. അസംഘടിതരും പൈസ ഇല്ലാത്തവരും ഇവിടെ കിതച്ചു പോകും, എനിക്കറിയാം ചേട്ടാ. ഈ കെട്ടകാലത്ത് പണമുള്ളവർക്ക് വേണ്ടിയാണ് പാർട്ടികൾ. ഇതും ഒരു തരം രാജ്യഭരണം തന്നെ. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ, അത് മറച്ചു വെക്കാൻ വേണ്ടി പല പായ്ത്താരികളും കേൾക്കാം, അത്രേ ഉള്ളൂ. എനിക്കിതിലെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ കുടുംബമാണ് നിങ്ങൾക്കെതിരെ തിരിച്ചിരിക്കണേ. സ്കൂളിൽ കൗൺസിൽ ചെയ്തപ്പോൾ നിങ്ങളുടെ മോനും എല്ലാം പറഞ്ഞിരിക്കുക നിങ്ങൾ ബാലവേല ചെയ്യിക്കുന്നുവെന്ന്. പെറ്റീഷൻ വന്നാൽ ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ ചേട്ടാ? എന്നോട് പണിങ്ങിയിട്ട് ഞാനെന്ത് ചെയ്യാനാ? നമുക്കിതിലേ പറ്റൂ. എനിക്കെന്തിനു പിണക്കം? എന്റെ ജീവിതം സുഖമായിരിക്കും സാറേ. ഇവിടെ ജോലി ചെയ്യാതെ ചിക്കനും മട്ടനും തിന്നങ്ങനെ കുറ്റവാളികൾക്കായി ഇവിടെ സുഖം. ഇപ്പോ നമുക്ക് അവരെ പോലാകാൻ പറ്റത്തുമില്ല. ആയിക്കോട്ടെ സാറേ, സാരമില്ല. പറ്റൂല, എനിക്കൊരു തൂക്കയറ് മേടിച്ചതാ. ശിക്ഷ കഴിഞ്ഞിട്ട് വീണ്ടും ഈ തെണ്ടികളെ കാണണ്ടേ? വേറെ പോകാനിടയില്ലല്ലോ സാറേ. സാരമില്ല, സാരമില്ല, വിഷമിക്കാതിരിക്കൂ. എന്തിനൊരു പരിഹാരം ഉണ്ടല്ലോ. പരിഹാരം ഇവിടെ എനിക്ക് കേക്കണ്ട, എനിക്കറിയാം ഇവിടുത്തെ പരിഹാരം. സോറി ചേട്ടാ.